ആഗോള രാഷ്ട്രീയ ഭൂപടത്തിൽ പശ്ചിമേഷ്യ വീണ്ടും ഒരു അഗ്നിപർവ്വതമായി മാറിയിരിക്കുകയാണ്. അമേരിക്കൻ സാമ്രാജ്യത്വത്തിന്റെ അധിനിവേശ മോഹങ്ങളും ഇറാന്റെ വിട്ടുവീഴ്ചയില്ലാത്ത പ്രതിരോധവും തമ്മിലുള്ള പോരാട്ടം ഒരു വൻ യുദ്ധത്തിന്റെ വക്കിലെത്തി നിൽക്കുന്നു. വെനസ്വേലൻ പ്രസിഡന്റിനെ തട്ടിക്കൊണ്ടുപോകുന്ന ഗുണ്ട രാഷ്ട്രീയത്തിൽ നിന്ന് ഇറാനിലെ ആഭ്യന്തര സംഘർഷങ്ങളിലേക്ക് അമേരിക്കയുടെ കൈകൾ നീളുമ്പോൾ ലോകക്രമം തന്നെ തകിടം മറിയുകയാണ്. സ്വതന്ത്ര പരമാധികാര രാജ്യങ്ങളിലെ ഭരണകൂടങ്ങളെ അട്ടിമറിക്കുക എന്നത് അമേരിക്കയുടെ ദശാബ്ദങ്ങളായുള്ള ശീലമാണ്. ലാറ്റിൻ അമേരിക്കൻ രാജ്യമായ വെനസ്വേലയിൽ നിക്കോളാസ് മഡുറോയെ തട്ടിക്കൊണ്ടുപോയ നടപടി അന്താരാഷ്ട്ര നിയമങ്ങളുടെ നഗ്നമായ ലംഘനമാണ്. ഇതിന് പിന്നാലെയാണ് ഇറാനെ ലക്ഷ്യം വെച്ചുള്ള നീക്കങ്ങൾ. ഇറാനിൽ ഇപ്പോൾ നടക്കുന്ന ആഭ്യന്തര പ്രക്ഷോഭങ്ങൾക്ക് പിന്നിൽ അമേരിക്കൻ ചാര സംഘടനയുടെ കൃത്യമായ അജണ്ടയുണ്ട്. സാമ്പത്തിക ഉപരോധങ്ങളിലൂടെ ഇറാനെ വരിഞ്ഞു മുറുക്കിയ ശേഷം ജനങ്ങളുടെ അതൃപ്തിയെ മുതലെടുത്ത് ആഭ്യന്തര യുദ്ധത്തിലേക്ക് രാജ്യത്തെ തള്ളിവിടാനാണ് അമേരിക്കയും ഇസ്രയേലും ശ്രമിക്കുന്നത്. എന്നാൽ ഈ നീക്കങ്ങളെ തിരിച്ചറിയാൻ ഇറാൻ ഭരണകൂടം വിട്ടുവീഴ്ചയില്ലാത്ത നടപടികളുമായി മുന്നോട്ട് പോവുകയാണ്. പശ്ചിമേഷ്യയിലെ ഏറ്റവും ശക്തമായ സൈനിക ശക്തിയാണ് ഇറാൻ. കേവലം ഒരു രാജ്യം എന്നതിലുപരി അത്യാധുനിക മിസൈൽ സാങ്കേതിക വിദ്യയും കരുത്തുറ്റ സൈനിക വ്യൂഹങ്ങളുമുള്ള ഒരു ശക്തിയാണ്. അമേരിക്കയുടെ ഏത് പ്രതിരോധ സംവിധാനത്തെയും തകർക്കാൻ ശേഷിയുള്ള ഹൈപ്പർസോണിക് മിസൈലുകൾ ഇറാന്റെ പക്കലുണ്ട്. ലോകത്തെ എണ്ണ വ്യാപാരത്തിന്റെ സിരയായ ഹോർമുസ് കടലിടുക്കിന്റെ നിയന്ത്രണം ഇറാന്റെ കൈകളിലാണ്. യുദ്ധമുണ്ടായാൽ ഈ കടലിടുക്ക് അടയ്ക്കുമെന്ന് ഇറാൻ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ സംഭവിച്ചാൽ ആഗോള സാമ്പത്തിക രംഗം നിമിഷ നേരം കൊണ്ട് തകരും. ഇറാന്റെ കരുത്തുറ്റ സൈനിക വിഭാഗമായ റെവല്യൂഷണറി ഗാർഡ്സ് അമേരിക്കൻ താവളങ്ങളെ ലക്ഷ്യം വെച്ച് സദാ സജ്ജമാണ്. പശ്ചിമേഷ്യയിൽ 40,000-ത്തിലധികം അമേരിക്കൻ സൈനികരും നിരവധി യുദ്ധ കപ്പലുകളുമുണ്ട്. ഈ താവളങ്ങളെല്ലാം തന്നെ ഇറാന്റെ മിസൈൽ പരിധിക്കുള്ളിലാണ്. അമേരിക്കയുടെ പശ്ചിമേഷ്യയിലെ ഏറ്റവും വലിയ വ്യോമതാവളം 10,000-ത്തോളം സൈനികർ ഇവിടെയുണ്ട്. 6 മാസം മുമ്പ് നടന്ന ആക്രമണത്തിൽ ഇറാന്റെ മിസൈലുകൾ ഇവിടെ പതിച്ചിരുന്നു. ബഹ്റൈൻ US 5-ാം കപ്പൽ വ്യൂഹത്തിന്റെ ആസ്ഥാനമാണ്. ഇറാന്റെ തീരത്ത് തൊട്ടടുത്തുള്ള ഈ താവളം ആക്രമിക്കപ്പെട്ടാൽ അമേരിക്കയുടെ നാവിക ശക്തിക്ക് വലിയ തിരിച്ചടിയാകും. ഇറാഖും സിറിയയും അൽ-അസദ്, ഹരീർ, അൽ തൻഫ് തുടങ്ങിയ താവളങ്ങളിൽ നിർത്താതെ ആക്രമണം നടത്താൻ ഇറാൻ അനുകൂല സായുധ സംഘടനകൾക്ക് കഴിയും. അമേരിക്ക ഭയക്കുന്ന പ്രധാന ഘടകം ഇറാന്റെ സഖ്യകക്ഷികളെയാണ്. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും ഉത്തര കൊറിയൻ ഭരണാധികാരി കിം ജോങ് ഉന്നും ഇറാന്റെ അടുത്ത സുഹൃത്തുക്കളാണ്. ഉത്തര കൊറിയൻ ഭരണാധികാരി കിം ജോങ് ഉന്നിന്റെ ഇടപെടൽ യുദ്ധത്തിന്റെ ശക്തി മാറ്റിയേക്കാം. അമേരിക്കയെ നേരിട്ട് ആക്രമിക്കാൻ ശേഷിയുള്ള ആണവ മിസൈലുകൾ കിമ്മിന്റെ പക്കലുണ്ട്. വെനസ്വേലയിലെയും ഇറാനിലെയും അമേരിക്കൻ നടപടികൾ പ്രകോപിതനായിരിക്കുന്ന അദ്ദേഹം യുദ്ധമുണ്ടായാൽ ഇറാന് വേണ്ടി രംഗത്തിറങ്ങുമെന്ന് റിപ്പോർട്ടുകളുമുണ്ട്. ട്രംപ് വട്ടനാണെങ്കിൽ കിം ജോങ് ഉൻ മുഴുവട്ടനാണെന്ന പാശ്ചാത്യ മാധ്യമങ്ങളുടെ വിശേഷണം ശരിവെക്കുന്ന രീതിയിലുള്ള പ്രത്യാക്രമണങ്ങൾ ഉത്തര കൊറിയയുടെ ഭാഗത്തു നിന്നും ഉണ്ടായേക്കാം. ഇറാനിലെ പ്രതിഷേധങ്ങളെ ഭരണകൂടം നേരിടുന്നത് വളരെ കർശനമായാണ്. സാമ്പത്തിക പ്രതിസന്ധിക്കെതിരെ പ്രതിഷേധിക്കാനുള്ള പൗരന്മാരുടെ അവകാശത്തെ ഇറാൻ അംഗീകരിക്കുന്നുണ്ടെങ്കിലും പ്രതിഷേധത്തിനിടയിൽ കയറി കുഴപ്പമുണ്ടാക്കുന്ന വിദേശ ചാരന്മാരെ വെച്ചുപൊറുപ്പിക്കില്ലെന്നാണ് ഇറാന്റെ നിലപാട്. ഇതിനോടകം തന്നെ ഇത്തരത്തിലുള്ള 1000-ത്തിലധികം കലാപകാരികളെ ഇറാൻ സൈന്യം വധിച്ചിട്ടുണ്ട്. തങ്ങളുടെ ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെടാൻ വരുന്ന വിദേശ ശക്തികളെയും അവരുടെ ഏജന്റുമാരെയും തുടച്ചു നീക്കാനുള്ള ഇറാന്റെ അവകാശത്തെ ചോദ്യം ചെയ്യാൻ ആർക്കും കഴിയില്ല. അമേരിക്കയും ഇറാനും തമ്മിൽ ഒരു നേരിട്ടുള്ള ഏറ്റുമുട്ടൽ ഉണ്ടായാൽ അത് കേവലം ഒരു പ്രാദേശിക യുദ്ധമായി ഒതുങ്ങില്ല. അത് 3-ാം ലോക മഹായുദ്ധത്തിലേക്ക് വരെ നീങ്ങാം. എണ്ണവിലയും പ്രധാനമാണ്. ബാരലിന് $200 മുകളിലേക്ക് എണ്ണവില കുതിച്ചുയരാം. കപ്പൽ ഗതാഗതം ഇതിൽ നിർണായക ഘടകമാണ്. കടൽ മാർഗമുള്ള വ്യാപാരം സ്തംഭിക്കും. ഇറാൻ ആക്രമണം തുടങ്ങിയാൽ ആദ്യ ലക്ഷ്യം വെക്കുന്നത് ഇസ്രയേലിനെ ആയിരിക്കും. ഐക്യരാഷ്ട്രസഭയും അന്താരാഷ്ട്ര നിയമങ്ങളും വെറും നോക്കുകുത്തികളായി മാറിയ കാലഘട്ടത്തിൽ കരുത്തൻ ജയിക്കുമെന്ന നീതിയാണ് നടപ്പിലാക്കുന്നത്. അമേരിക്കയുടെ അഹങ്കാരത്തിന് ഇറാൻ നൽകുന്ന മറുപടി പശ്ചിമേഷ്യയുടെ ചരിത്രം തിരുത്തി കുറിക്കും. ഇറാഖിലെ തകർത്തതുപോലെ ഇറാനെയും തകർക്കാമെന്ന് അമേരിക്ക കരുതുന്നുണ്ടെങ്കിൽ അത് അവരുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ മണ്ടത്തരമായിരിക്കും. 6 മാസം മുമ്പ് കൈപൊള്ളിയ അനുഭവം അമേരിക്കയ്ക്ക് മുന്നിലുണ്ട്. ഇനിയും പ്രകോപനങ്ങൾ തുടർന്നാൽ വൈറ്റ് ഹൗസിന് നേരെ വരെ മിസൈലുകൾ എത്തിയേക്കാവുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. ലോകം ശ്വാസമടക്കി പിടിച്ചു കാത്തിരിക്കുകയാണ്. അമേരിക്കൻ സാമ്രാജ്യത്തിന്റെ അന്ത്യം പശ്ചിമേഷ്യയിലെ മണലാരണ്യങ്ങളിലായിരിക്കുമോ അതോ ഇറാൻ എന്ന കരുത്തുറ്റ രാജ്യം വീണ്ടും പിടിച്ചു നിൽക്കുമോ എന്ന് കാലം തെളിയിക്കും. പശ്ചിമേഷ്യയിലെ അമേരിക്കൻ സഖ്യകക്ഷികളായ സൗദി അറേബ്യയും UAEയും ഇറാൻ അമേരിക്ക സംഘർഷത്തിൽ അതീവ ജാഗ്രതയോടെയും തന്ത്രപരവുമായാണ് നിലകൊള്ളുന്നത്. മുൻകാലങ്ങളിൽ ഇറാനെതിരെ കടുത്ത നിലപാട് സ്വീകരിച്ചിരിക്കുന്ന ഈ രാജ്യങ്ങൾ ഇപ്പോൾ മേഖലയിൽ ഒരു യുദ്ധം ഒഴിവാക്കാനാണ് മുൻഗണന നൽകുന്നത്. സൗദി അറേബ്യയുടെ നിലപാടും പ്രധാനമാണ്. സൗദി അറേബ്യയെ സംബന്ധിച്ചിടത്തോളം ഇറാന്റെ മിസൈൽ പ്രഹരശേഷി വലിയ ഭീഷണിയാണ്. യമനിലെ ഹൂതികൾ വഴി സൗദിയിലെ എണ്ണ ശുദ്ധീകരണ ശാലകൾക്ക് നേരെ മുൻപുണ്ടായ ആക്രമണങ്ങൾ ഇറാന്റെ ശേഷിയെക്കുറിച്ച് അവർക്ക് വ്യക്തമായ സൂചന നൽകിയിട്ടുമുണ്ട്. അമേരിക്കയുടെ ഏറ്റവും അടുത്ത സുഹൃത്താണെങ്കിലും ഒരു നേരിട്ടുള്ള യുദ്ധം സൗദിയുടെ സാമ്പത്തിക നട്ടെല്ലായ എണ്ണ വ്യവസായത്തെ തകർക്കും. അതിനാൽ നയതന്ത്ര ചർച്ചകളിലൂടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനാണ് സൗദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ ഇപ്പോൾ ശ്രമിക്കുന്നത്. ഇറാനുമായുള്ള ബന്ധം മെച്ചപ്പെടുത്താനുള്ള ശ്രമങ്ങളും ഇതിന്റെ ഭാഗമാണ്. UAE സംബന്ധിച്ച സ്ഥിതി കൂടുതൽ സങ്കീർണമാണ്. ലോകത്തിന്റെ വ്യാപാര വിനോദ സഞ്ചാര കേന്ദ്രമായ ദുബായ് പോലുള്ള നഗരങ്ങളിൽ യുദ്ധമുണ്ടായാൽ തകരും.
അമേരിക്കയുടെ അൽ ദഫ്രാം വ്യോമതാവളം UAE-യിലാണ് സ്ഥിതി ചെയ്യുന്നതും ഇത് ഇറാന്റെ പ്രധാന ലക്ഷ്യങ്ങളിൽ ഒന്നാണ്. അതിനാൽ അമേരിക്കയ്ക്ക് താവളങ്ങൾ ഉപയോഗിക്കാൻ അനുമതി നൽകുന്നുണ്ടെങ്കിലും തങ്ങളുടെ മണ്ണിൽ നിന്ന് ഇറാനെതിരെ നേരിട്ടുള്ള ആക്രമണം നടത്തുന്നത് UAE ഭയപ്പെടുന്നു. സാമ്പത്തിക താൽപര്യങ്ങൾ സംരക്ഷിക്കുന്നതിനായി ഇറാനുമായി ഒരു തുറന്ന പോരിന് UAE തയ്യാറല്ല. സൗദിയും UAE-യും ഇപ്പോൾ രണ്ട് വള്ളത്തിൽ കാല് വെക്കുന്ന നയമാണ് സ്വീകരിക്കുന്നത്. അമേരിക്കയുമായുള്ള സൈനിക സഖ്യം നിലനിൽക്കുമ്പോൾ തന്നെ ഇറാന്റെ പ്രകോപനം ഒഴിവാക്കാൻ അവർ ശ്രദ്ധിക്കുന്നു. ഒരു യുദ്ധമുണ്ടായാൽ അതിന്റെ പ്രത്യാഘാതങ്ങൾ ഏറ്റവും കൂടുതൽ അനുഭവിക്കേണ്ടി വരുന്നത് ഈ രാജ്യങ്ങളായിരിക്കുമെന്ന തിരിച്ചറിവ് അവരെ കൂടുതൽ സംയമനത്തിന് പ്രേരിപ്പിക്കുന്നുമുണ്ട്.